കറണ്ട് അഫയേഴ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ചോദ്യം, സംസ്ഥാനത്തെ ആദ്യ റൂറൽ ജില്ലാ ജയിൽ സ്ഥാപിതമാകുന്നത് എവിടെ? സംസ്ഥാനത്തെ ആദ്യ റൂറൽ ജില്ലാ ജയിൽ സ്ഥാപിതമാകുന്നത് എവിടെ? വടകര. വടകരയിലാണ് സംസ്ഥാനത്തെ ആദ്യ റൂറൽ ജില്ലാ ജയിൽ സ്ഥാപിതമാകുന്നത്. അടുത്ത ചോദ്യം, ഉൾക്കടലിലുള്ള മീൻപിടുത്തയാനങ്ങളിലെ തൊഴിലാളികൾക്ക് കരയിലേക്കും തിരിച്ചും ആശയവിനിമയം സാധ്യമാക്കുകയും മുന്നറിയിപ്പുകൾ ലഭ്യമാക്കുകയും ചെയ്യുന്ന സംവിധാനം? നഭ് മിത്ര. ഉൾക്കടലിലുള്ള മീൻപിടുത്തയാനങ്ങളിലെ തൊഴിലാളികൾക്ക് കരയിലേക്കും തിരിച്ചും ആശയവിനിമയം സാധ്യമാക്കുകയും മുന്നറിയിപ്പുകൾ ലഭ്യമാക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് നഭ് മിത്ര. അടുത്ത ചോദ്യം, ഇന്ത്യൻ റെയിൽവേയുടെ വിവിധ ഡിജിറ്റൽ സേവനങ്ങൾ ഒരൊറ്റ കുടക്കീഴിലാക്കുന്നതിനായി പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് റെയിൽ വൺ. ഇന്ത്യൻ റെയിൽവേയുടെ വിവിധ ഡിജിറ്റൽ സേവനങ്ങൾ ഒരൊറ്റ കുടക്കീഴിലാക്കുന്നതിനായി പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് റെയിൽ വൺ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ റിംഗ് മെട്രോ നിലവിൽ വന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യ റിംഗ് മെട്രോ നിലവിൽ വന്നത് എവിടെയാണ്? ഡൽഹി മെട്രോ പിങ്ക് ലൈനിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റിംഗ് മെട്രോ നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ റിംഗ് മെട്രോ നിലവിൽ വന്നത് ഡൽഹി മെട്രോ പിങ്ക് ലൈനിലാണ്. അടുത്ത ചോദ്യം, ബംഗാൾ ഗവർണർ ആരാണ്? RN രവിയാണ് ബംഗാളിലെ നിലവിലെ ഗവർണർ. ബംഗാൾ ഗവർണർ RN രവി ആണ്. അടുത്ത ചോദ്യം, 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മേതിൽ രാധാകൃഷ്ണൻ. മേതിൽ രാധാകൃഷ്ണനാണ് 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. മേതിൽ രാധാകൃഷ്ണനാണ് 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം, കാശ്മീരിലെ ഷേർ ഇ കാശ്മീർ കാർഷിക ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ച ഗോതമ്പ് ഇനങ്ങൾ? കാശ്മീരിലെ ഷേർ ഇ കാശ്മീർ കാർഷിക ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ച ഗോതമ്പ് ഇനങ്ങളാണ് ഷാലിമാർ ഗോതമ്പ് 4, ഷാലിമാർ ഗോതമ്പ് 3, അതായത് SW4, SW3. SW4, SW3 എന്നത് ഗോതമ്പ് ഇനമാണ്. കാശ്മീരിലെ ഷേർ ഇ കാശ്മീർ കാർഷിക ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. SW4, SW3 എന്നത് ഗോതമ്പ് ഇനങ്ങളാണ്. അടുത്ത ചോദ്യം, 2027 ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പുറത്തിറക്കിയ ഔദ്യോഗിക ഭാഗ്യചിഹ്നങ്ങൾ? 2027 ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പുറത്തിറക്കിയ ഔദ്യോഗിക ഭാഗ്യചിഹ്നങ്ങളാണ് പ്രഗതി ആൻഡ് വികാസ്. പ്രഗതിയും വികാസുമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസിനായി പുറത്തിറക്കിയ ഭാഗ്യചിഹ്നങ്ങൾ. സ്ത്രീ എന്യൂമറേറ്ററായ പ്രഗതിയും പുരുഷ എന്യൂമറേറ്ററായ വികാസും ലിംഗസമത്വത്തെയും വികസിത ഭാരതം എന്ന ലക്ഷ്യത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, മനുഷ്യ വന്യജീവി സംഘർഷം തടയുന്നതിനും സംസ്ഥാനത്തുടനീളമുള്ള ജീവനും കന്നുകാലികളും വനങ്ങളും സംരക്ഷിക്കുന്നതിനുമുള്ള ഹനുമാൻ പദ്ധതി ആരംഭിച്ചത് ഏത് സംസ്ഥാനമാണ്? ആന്ധ്രാപ്രദേശ്. മനുഷ്യ വന്യജീവി സംഘർഷം തടയുന്നതിനും സംസ്ഥാനത്തുടനീളമുള്ള ജീവനും കന്നുകാലികളും വനങ്ങളും സംരക്ഷിക്കുന്നതിനുമുള്ള ഹനുമാൻ പദ്ധതി ആരംഭിച്ചത് ആന്ധ്രാപ്രദേശാണ്. ഹനുമാൻ പദ്ധതി ആരംഭിച്ചത് ആന്ധ്രാപ്രദേശാണ്. ഹനുമാൻ എന്നതിൻ്റെ പൂർണ്ണരൂപം ഹീലിംഗ് ആൻഡ് നർച്ചറിംഗ് യൂണിറ്റ്സ് ഫോർ മോണിറ്ററിംഗ് എയ്ഡ് ആൻഡ് നഴ്സിംഗ് ഓഫ് വൈൽഡ് ലൈഫ് എന്നാണ്. ഹനുമാൻ പദ്ധതി ആരംഭിച്ചത് ആന്ധ്രാപ്രദേശാണ്. അടുത്ത ചോദ്യം, കുംഭൽഗഡ് വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? കുംഭൽഗഡ് വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാൻ. കുംഭൽഗഡ് വന്യജീവി സങ്കേതം രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഭിക്ഷാടനമുക്ത ഇന്ത്യ എന്ന ലക്ഷ്യത്തോടെ വിവിധ നഗരങ്ങളിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്മൈൽ. ഭിക്ഷാടനമുക്ത ഇന്ത്യ എന്ന ലക്ഷ്യത്തോടെ വിവിധ നഗരങ്ങളിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്മൈൽ. സ്മൈൽ എന്നത് ഭിക്ഷാടനമുക്ത ഇന്ത്യ എന്ന ലക്ഷ്യത്തോടെ വിവിധ നഗരങ്ങളിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. അടുത്ത ചോദ്യം, പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിൻ്റെ വേദി?
പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിൻ്റെ വേദി ഛത്തീസ്ഗഡാണ് പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിൻ്റെ വേദി. പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം മോർവീറാണ്. ഇന്ത്യയുടെ കായിക മന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ആണ്. അടുത്ത ചോദ്യം, കുഷ്ഠരോഗം ഇല്ലാതാക്കിയതായി ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ട അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ആദ്യത്തെയും ലോകത്തിലെ രണ്ടാമത്തെയും രാജ്യമായി മാറിയത് ചിലിയാണ്. കുഷ്ഠരോഗം ഇല്ലാതാക്കിയതായി ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ട അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ആദ്യത്തെയും ലോകത്തിലെ രണ്ടാമത്തെയും രാജ്യമായി മാറിയത് ചിലിയാണ്. കുഷ്ഠരോഗം ഇല്ലാതാക്കിയതായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ട ലോകത്തിലെ ആദ്യ രാജ്യം ജോർദാനാണ്. കുഷ്ഠരോഗം ഇല്ലാതാക്കിയതായി ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ട ലോകത്തിലെ ആദ്യ രാജ്യം ജോർദാനും രണ്ടാമത്തെ രാജ്യം ചിലിയും ആണ്. അടുത്ത ചോദ്യം, ഇൻ്റർനാഷണൽ വിമൻസ് ഡേ മാർച്ച് 8 ഐക്യരാഷ്ട്രസഭയുടെ 2026 ഇൻ്റർനാഷണൽ വിമൻസ് ഡേയുടെ പ്രമേയം റൈറ്റ്സ്, ജസ്റ്റിസ്, ആക്ഷൻ ഫോർ ഓൾ വിമൺ ആൻഡ് ഗേൾസ് എന്നാണ്. അവകാശങ്ങൾ, നീതി, പ്രവർത്തനം എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ 2026 ഇൻ്റർനാഷണൽ വിമൻസ് ഡേയുടെ പ്രമേയം. റൈറ്റ്സ്, ജസ്റ്റിസ്, ആക്ഷൻ ഫോർ ഓൾ വുമൺ ആൻഡ് ഗേൾസ് എന്നതാണ് ഐക്യരാഷ്ട്രസഭയുടെ 2026 ഇൻ്റർനാഷണൽ വിമൻസ് ഡേയുടെ പ്രമേയം. അന്താരാഷ്ട്ര വനിതാ ദിന ക്യാമ്പയിൻ്റെ പ്രമേയം ഗിവ് ടു ഗെയിൻ എന്നാണ്. അന്താരാഷ്ട്ര വനിതാ ദിന ക്യാമ്പയിൻ്റെ പ്രമേയം ഗിവ് ടു ഗെയിൻ എന്നാണ്. 2025 ഇൻ്റർനാഷണൽ വിമൻസ് ഡേയുടെ പ്രമേയം ഫോർ ഓൾ വിമൻ ആൻഡ് ഗേൾ റൈറ്റ്സ്, ഈക്വാലിറ്റി, എംപവർമെൻറ്റ് എന്നാണ്. എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ, സമത്വം, ശാക്തീകരണം എന്നാണ് 2025 ഇൻ്റർനാഷണൽ വിമൻസ് ഡേയുടെ പ്രമേയം. അടുത്ത ചോദ്യം, 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് കർണാടകം. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് കർണാടകം. അടുത്ത ചോദ്യം, KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിൻ്റെ ഡയറക്ടർ ആരാണ്? KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിൻ്റെ ഡയറക്ടറാണ് സണ്ണി ജോസഫാണ് KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിൻ്റെ ഡയറക്ടർ. അടുത്ത ചോദ്യം, കേരള കൃഷി വകുപ്പിൻ്റെ കർഷകർക്കായുള്ള സംയോജിത സേവന പോർട്ടലാണ് AIMS. കേരള കൃഷി വകുപ്പിൻ്റെ കർഷകർക്കായുള്ള സംയോജിത സേവന പോർട്ടലാണ് AIMS. അഗ്രി ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അഗ്രി ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നത് കേരള കൃഷി വകുപ്പിൻ്റെ കർഷകർക്കായുള്ള സംയോജിത സേവന പോർട്ടലാണ്. അടുത്ത ചോദ്യം, പെരുമ്പളം പാലം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത് 2026 മാർച്ച് 7 പെരുമ്പളം പാലം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത് 2026 മാർച്ച് 7 കായലിന് കുറുകെയുള്ള സംസ്ഥാനത്തെ ഏറ്റവും നീളം കൂടിയ പാലമാണ് പെരുമ്പളം പാലം. കായലിന് കുറുകെയുള്ള സംസ്ഥാനത്തെ ഏറ്റവും നീളം കൂടിയ പാലമാണ് പെരുമ്പളം പാലം. വേമ്പനാട്ട് കായലിന് കുറുകെയാണ് പെരുമ്പളം പാലം സ്ഥിതി ചെയ്യുന്നത്. വേമ്പനാട്ട് കായലിന് കുറുകെയാണ് പെരുമ്പളം പാലം സ്ഥിതി ചെയ്യുന്നത്. വേമ്പനാട് കായലിന് കുറുകെ അരക്കുറ്റി പഞ്ചായത്തിനെയും പെരുമ്പളം ദ്വീപിനെയും ബന്ധിപ്പിക്കുന്ന പാലമാണിത്. വേമ്പനാട് കായലിന് കുറുകെ അരക്കുറ്റി പഞ്ചായത്തിനെയും പെരുമ്പളം ദ്വീപിനെയും ബന്ധിപ്പിക്കുന്ന പാലമാണ് പെരുമ്പളം പാലം. കേരളത്തിലെ ഏക ദ്വീപ് പഞ്ചായത്താണ് പെരുമ്പളം. പെരുമ്പളം പാലത്തിൻ്റെ നീളം 1157 മീറ്ററാണ്. പെരുമ്പളം പാലത്തിൻ്റെ നീളം 1157 മീറ്ററാണ്.